രാവണപ്രഭു ഇന്ന് റീ റിലീസായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഈ സിനിമയെ പറ്റി റിവ്യൂ പറയാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. കാരണം 99% മലയാളികളും എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ദേവാസുരത്തേക്കാളും ഇഷ്ടം രാവണപ്രഭു തന്നെയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു മാസ് പരിപാടികളാണ് താല്പര്യം ഡ്രാമയേക്കാളും. അപ്പം ഞാൻ കാർത്തികേയൻ ഫാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയുടെ ഫാൻ ഷോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ. ഫാൻ ഷോ അല്ല, റീ റിലീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാനിന്ന് ഫാൻ ഷോ 7:30 ഷോയ്ക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയെപ്പറ്റി അങ്ങനെ പറയാനല്ല വന്നത്. ഈ ഒരു റീ റിലീസിനെ പറ്റി, അതായത് റീ റിലീസിൻ്റെ പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ റീ റിലീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് 4K ആക്കിയിട്ടുണ്ട്, സൗണ്ട് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ റീ റിലീസ് പരിപാടികൾ, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വളരെ മോശം ചാർട്ടിങ്, തിയേറ്റർ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചോട്ടാ മുംബൈക്ക് തന്നെ അത് പാളിയായിരുന്നു. ചോട്ടാ മുംബൈക്ക് പാളി ഞാൻ അത്ര വലിയൊരു കുറ്റമായിട്ട് ഒരിക്കലും അങ്ങനെ മണിയമ്പിള രാജുവാണ് പ്രൊഡക്ഷൻ അങ്ങനെ പറയുന്നതല്ല. കാരണം അവരത് കറക്റ്റ് ഡേറ്റിൽ ചാർട്ട് ചെയ്തതാണ്. മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് ചാർട്ട് ചെയ്തതാണ്. പക്ഷേ മെയ് 23 വെള്ളിയാഴ്ച ഒരു ലോഡ് മലയാള സിനിമകൾ, ഒരു 6ഓളം മലയാള സിനിമകൾ, അത്യാവശ്യം മീഡിയം ടു ബിഗ് ആ ഒരു ഹൈപ്പിൽ വരുന്ന 6ഓളം സിനിമകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാറ്റിയതാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് ഡൗട്ട് വരും, റീ റിലീസാണ്, എങ്ങനെ ആൾക്കാർ കയറുമെന്നുള്ളത്. പക്ഷെ അന്ന് തന്നെ ചെയ്തിരുന്നെങ്കിൽ അത് വേറെ ലെവലിൽ പോയേനെ. ബുധനാഴ്ചയായിരുന്നു ഒരു പ്ലാൻ ചെയ്തത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന്. ഞായറാഴ്ച ഒരു 5 ദിവസം എക്സ്റ്റൻഡഡ് വീക്കെൻഡ് തൂക്കിയേനെ. പക്ഷേ കുഴപ്പമില്ലാത്ത ആ പടത്തിൻ്റെ ലെവൽ അതായതുകൊണ്ട് തന്നെ ആൾക്കാർ കയറി, പടം ഹിറ്റായി. റീ റിലീസിൽ തന്നെ സ്പടികത്തിൻ്റെ ആ റേഞ്ച് കളക്ഷൻ വന്നില്ലെങ്കിലും ഹിറ്റായി എന്തായാലും. പിന്നെ അതിനുശേഷം രാവണപ്രഭു ചോട്ടാ മുംബൈ പോലെ ഒരു ത്രൂ ഔട്ട് കൊമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ മസാലപ്പടം അല്ലെങ്കിൽ പോലും ഒരു 50% ഡ്രാമയാണെങ്കിലും ബാക്കി 50% പ്രോപ്പർ മാസ് ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് തീർത്തും മോശം ചാർട്ടിങ്ങാണ്. ഇപ്പം അധികം കാന്താര അല്ലാതെ വേറെ മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്കും ഇപ്പം തിരക്കില്ല. ലോക കഴിഞ്ഞ് ഇതുവരെ ഒരു സിനിമയ്ക്ക് പോലും ഇത് വന്നിട്ടില്ല. അപ്പം കുറച്ചുകൂടെ നല്ല ചാർട്ടിങ് ചെയ്യാമായിരുന്നു. ഇപ്പം കാന്താരയായിരുന്നു നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഒരാഴ്ചയും കൂടെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവർ ഇങ്ങനെ കുളവാക്കിയെങ്കിലും ഈ ലാലേട്ടൻ ഫാൻസ്, മോഹൻലാൽ ഫാൻസ് ഇത് തകർത്തു. അതായത് അവർ പറ്റുന്ന അത്രയും സെൻറ്റേഴ്സിൽ ഫാൻ ഷോ, അതും എല്ലാം വലിയ തിയേറ്ററിലാണ്, 700+ സീറ്റ്സ് ഉള്ള തിയേറ്ററിലാണ് എല്ലാം വെച്ച് അത് ഹൗസ്ഫുള്ളാക്കി. ചില 1000 എറണാകുളത്തെ 1000 സീറ്റുള്ള കവിതാ തിയേറ്ററിൽ എല്ലാ ഷോയും ഫുള്ള്. അപ്പം അത് ഈ ഫാൻസ് എടുക്കുന്ന പണി കൊണ്ടാണ്, അല്ലാതെ ഇവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് അനൗൺസ് ചെയ്തത് ഒന്നുമല്ല. ഫാൻസ് അത് പ്രൊമോട്ട് ചെയ്ത രീതി കൊണ്ട് മാത്രമാണ് അവർക്കൊരു കയ്യടി. കാരണം ഇങ്ങനത്തെ പടങ്ങൾ എല്ലാ നടന്മാർക്കും കൂടെ കൂട്ടിയാലും വളരെ കുറച്ചുള്ളൂ മലയാള സിനിമകളിൽ. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ക്ലാസിക് എന്നൊക്കെ പറഞ്ഞാൽ അത് റീ റിലീസ് ചെയ്യുമ്പോൾ ആൾ കയറാൻ അതിനൊരു വേറൊരു മൂടുള്ള പടങ്ങളെ അത് ആൾ കയറത്തുള്ളൂ. ഒരു മാസ് പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അതിനൊരു ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡബിൾ സെറ്റ്. അപ്പോൾ അതാണ്. പിന്നെ സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ പിക്ചർ ക്വാളിറ്റി സൂപ്പർ, 4K ആക്കിയിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അത് പണ്ടത്തെ ആണല്ലോ. ഇപ്പോൾ ചോട്ടാ മുംബൈയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ചോട്ടാ മുംബൈയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണത്തില്ല. അതിന് കാരണം ചോട്ടാ മുംബൈ 2006 റിലീസായ സിനിമയാണ്. 2007 റിലീസായ സിനിമയാണ്. ഇത് അതിന് മുന്നേ ഇറങ്ങിയതല്ലേ, ഒരുപാട് മുന്നേ ഇറങ്ങിയതല്ലേ, 5-6 വർഷം മുമ്പ് ഇറങ്ങിയതല്ലേ. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു പരിപാടി പ്രതീക്ഷിക്കരുത്. പക്ഷേ ആ അന്ധകാലത്തെ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റീമാസ്റ്ററിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വിഷ്വലിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു മെയിൻ ട്യൂണുണ്ടല്ലോ, ഒരു ത്രൂ ഔട്ട് ട്യൂണുണ്ടല്ലോ കാർത്തികേയൻ്റെ, അതിൻ്റെ മേളിൽ ഇവരൊരു ഒരു സീക്വൻസ് ഇട്ടിട്ട് അതിലൊരു വേറൊരു മ്യൂസിക് ഇട്ടിട്ട് അതിലെന്തോ കളിച്ചിട്ടുണ്ട്. അത് ആദ്യം കേട്ടപ്പം മറ്റേ സാധനം മിസ്സിങ് ആയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കേട്ട് വന്നപ്പോൾ ഓക്കെ, രസമുണ്ടത് കേൾക്കാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സൗണ്ട് എഫക്ട്സ് അസഹനീയം എന്ന് വെച്ചാൽ തീർത്തും അസഹനീയം. നമുക്ക് ചെവിയിൽ നമുക്ക് വൈബ്രേഷൻ അടിക്കും ഇത് കഴിയുമ്പോഴത്തേക്ക്. അത് അത്രയ്ക്ക് ബീറ്റ്, ഒരു കാര്യമില്ലാത്ത മറ്റേ ബാസ് ഇങ്ങനെ അടിച്ചടിച്ചേ ഫസ്റ്റ് തകില് പുകില് പാട്ട് ഫുള്ള്, പാട്ടിൻ്റെ ലിറിക്സിൻ്റെ 10 ഇരട്ടി ശബ്ദത്തിലാണ് ഈ ബീറ്റ് വരുന്നത്. എന്ത് ഊള മിക്സിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സൗണ്ട് മിക്സിങ് വെറും തോൽവി. അതിൽ തന്നെ ഈ പാട്ട് വരുമ്പോഴാണ് നമുക്ക് അസഹനീയം ആയിട്ട് തോന്നുന്നത് മെയിനായിട്ട്. പിന്നെ സൗണ്ട് എഫക്ട്സ് അല്ലാത്ത ഫൈറ്റിൻ്റെ ഒക്കെ ട്രെയിലർ കണ്ടപ്പം ഫൈറ്റ്സൊക്കെ സൂപ്പറാണ്, സൗണ്ടിൽ അവർ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ആ പിടുത്തം ഇച്ചിരി കൂടിപ്പോയിട്ട്, ഇച്ചിരി അല്ല നല്ലപോലെ കൂടിപ്പോയിട്ട് കയ്യിൽ നിന്ന് പോയി.
വളരെ മോശം സൗണ്ട് മിക്സിംഗ് ആയിരുന്നു, സൗണ്ട് എഫക്ട്സും മിക്സിങ്ങും ആയിരുന്നു. ബി ജി എമ്മും ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് എഫക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭേദമൊന്നേ ഉള്ളൂ. പക്ഷേ മ്യൂസിക്കിൻ്റെ മിക്സിങ് ഇത്തവണ പാളിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞില്ല, ഇപ്പോൾ മറ്റേ കങ്കുവ പോലെ നമ്മുടെ ചെവി അടിച്ചു പോകുന്ന പരിപാടിയല്ല ഇത്. പക്ഷേ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതൊരു ഫാക്ടറല്ല. വിഷ്വൽ അടിപൊളിയാണ്, ആവശ്യത്തിലധികം മാസ് സീൻസ് പടത്തിലുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും പോയി കണ്ടോ ധൈര്യമായിട്ട്. പിന്നെ വേറെ കാര്യം, ഇപ്പം ഈ ചോട്ടാ മുംബൈ ഫസ്റ്റത്തെ 1-2 ദിവസം ആൾക്കാരിങ്ങനെ കയറി പൊളിക്കുന്നു, വാസ്കോഡ ഗാമയുടെ ഡാൻസ് വരുന്നു, ലാലേട്ടൻ്റെ ഇൻട്രോ, മെയിനായിട്ട് വാസ്കോഡ ഗാമ സോങ്ങിലെ ഡാൻസൊക്കെ കണ്ടിട്ട് ഈ ഒരു സിനിമയും കാണാത്ത ടീംസ് വരെ, ഇപ്പോൾ കൂടുതലും പെണ്ണുങ്ങളും അങ്ങനത്തെ ഈ സിനിമകൾ കാണാത്ത കുറേ ഒരു ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് മറ്റേ തിയേറ്ററിൽ തുള്ളി തകർക്കുന്ന വീഡിയോസൊക്കെ വന്നായിരുന്നു. അവരൊക്കെ ഈ ചോട്ടാ മുംബൈ ഇതിനു മുന്നേ TV കണ്ടിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അവരന്ന് എനിക്ക് 100% ഉറപ്പാണ് അതിൽ പലരും സിനിമ കാണാനും അല്ല പോയത്. അവർ ഒരു പബ്ബിലൊക്കെ പോകുന്നതിന് പകരം അതിൻ്റെ 10-1 പൈസ മതിയില്ല, ഇവിടെ പോയി മറ്റേ ഡാൻസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്, ഡാൻസ് കളിക്കാം, തലാബ് സോങ് കൊണ്ട് വാസ്കോഡ ഗാമയുണ്ട്, അതിനു വേണ്ടി മാത്രമാണ്. എന്നിട്ട് റീൽസ് ഇട്ടിട്ട് എല്ലാവരെയും കാണിക്കുക, സ്റ്റാറ്റസ് റീൽസ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടി, ചില്ലിങ് ഇത് കാണിക്കാനാണ്. ആ ഓഡിയൻസ് ഇതിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അയ്യോ ഇത് എന്ത് സ്ലോ പടമാണ് അങ്ങനെ പറയും. കാരണം ഈ ചോട്ടാ മുംബൈ കാണാത്തൊരു ഉറപ്പായിട്ട് രാവണപ്രഭു കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അത് പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റം പറയും. അപ്പോൾ ആ ഒരു ജനറേഷനിലുള്ളവരുടെ ഇടയിലോട്ട് അത് പടരും. അപ്പം അങ്ങനെയുള്ളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി. അറ്റ്ലീസ്റ്റ് രാവണപ്രഭുവിൻ്റെ സിനിമയുടെ ജോണറും സിനോപ്സിസും ഒന്ന് നോക്കിയിട്ട് എവിടെ നിന്ന് ഈ സിനിമ തുടങ്ങി, ഇതിന് മുന്നത്തെ സിനിമ എവിടെ കഴിഞ്ഞു എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കണ്ടാൽ നല്ലതായിരിക്കും. അല്ലാതെ ചോട്ടാ മുംബൈ പോലെ മറ്റൊരു തട്ടുപൊളിപ്പൻ മസാലപ്പടം, ചോട്ടാ മുംബൈ ഒരു പ്രോപ്പർ മസാലപ്പടമാണ്, കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ചോട്ടാ മുംബൈ തന്നെയാണ്. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി രാവണപ്രഭുവിന് പോയി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ചോട്ടാ മുംബൈ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് കണ്ടതാണ്. സിനിമകൾ കാണാത്ത, മോഹൻലാൽ ആരാന്ന് പോലും അറിയാത്തവർ ഈ ചോട്ടാ മുംബൈക്ക് പോയിട്ടുണ്ട് ചുമ്മാ തുള്ളാൻ വേണ്ടിയിട്ട്, ഇതിന് നാട്ടുകാരെ കാണിക്കാൻ. അപ്പം അങ്ങനെ ഉള്ളവർ ഈ പടത്തിന് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലാതെ ഞാൻ പറഞ്ഞ സൗണ്ടിൻ്റെ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സിനിമ സ്നേഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ TV-യിൽ അത്രയും കണ്ട് എൻജോയ് ചെയ്ത് നമ്മളത്ര ആരാധനയോടുകൂടി കണ്ടൊരു ക്യാരക്ടർ, പിന്നെ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, അതൊക്കെ നമ്മൾ അങ്ങനെ കണ്ട് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരമാണ്. ഒരിക്കലും മിസ്സാക്കരുത്.